കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നിങ്ങളെ കാത്തിരിക്കാം. ഒരു സാമാന്യ മര്യാദയ്ക്ക് താമസിക്കുമ്പോ ഒന്ന് വിളിച്ചു പറയാലോ. തന്തയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഞങ്ങൾ മക്കൾ തയ്യാറല്ല ശിവേട്ട. മൂപ്പർക്ക് ഒട്ടും മര്യാദ ഇല്ലായിരുന്നല്ലോ. വരൂ വരൂ. പപ്പിയുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിങ്ങൾക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ? എല്ലാവരും കാപ്പി കുടിച്ചതാ, ഇപ്പൊ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ഈ വരവിന് കാപ്പി നിർബന്ധം. അഞ്ജലിയും നിന്നെ. ശിവേട്ടാ ഒന്നിങ്ങ് വന്നേ. ശിവേട്ടൻ പെട്ടെന്ന് കുറച്ച് കാശ് ഉണ്ടാക്കേണ്ടി വരും. കാശോ? എന്തിന്? എന്തിനെന്നോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വളരുന്ന ഒന്നേ ഉള്ളൂ ഈ ഭൂമിയില്, അത് പെൺകുട്ടികളാ. അപ്പൊ പിന്നെ കല്യാണം ആലോചിക്കണ്ടേ? ഈ ആലോചനക്കാരുടെ ശല്യം കാരണം പെൺകുട്ടികൾക്ക് വളരാൻ പറ്റാണ്ടായിരിക്കുക. എങ്കിൽ ഞാനും ഒരു ശല്യമാകാൻ തീരുമാനിച്ച് തന്നെ വന്നിരിക്കുന്നത്. അയ്യോ ചതിക്കല്ലേ അങ്ങളെ. എന്തായാലും 4 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. കെട്ടുന്ന ചെക്കൻ ഇട്ടിട്ട് പോയാലും ജീവിക്കണമല്ലോ. അതൊരിക്കലും ഉണ്ടാകത്തില്ല. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ചെക്കനാ. ഇപ്പൊ ഒരു വാക്ക് മാത്രം മതി, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ 4 കൊല്ലം കഴിഞ്ഞിട്ട്. അയ്യോ അങ്കിൾ, ഞാൻ എന്താ ചെറുക്കൻ ഏതാണെന്ന് ചോദിക്കുമ്പോളെ എന്റെ മഹി വളച്ചിട്ടില്ലാതൊന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. സുധിയെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്ന ഇവന്റെ ആഗ്രഹം. ഇവൻ നമ്മുടെ പയ്യനല്ലേ? അപ്പൊ നമുക്ക് നടത്തിക്കളയാം അല്ലേ? എന്താ നടത്തിക്കളയാം? ഡാഡി ഒന്ന് തൊട്ടൊന്നേ. അവളെന്തോ പറയാനാ വിളിക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാ? ഞങ്ങള് 2 പേരും ഒരിക്കൽ കെട്ടിയതാ. ഇനി ഞങ്ങളുടെ ഒരു മോള് ഈ വീട്ടിലുണ്ട്. അവള് മാത്രമേ ഉള്ളൂ. അപ്പൊ തീരുമാനിക്കേണ്ടത് ആരാണ്? ആദ്യം അവളുടെ അച്ഛനും അമ്മയായി ഞങ്ങൾ തീരുമാനിക്കും. അതാണ് നമ്മുടെ കുടുംബത്തിന്റെ രീതി. ഓഹോ, സുധി നല്ല പയ്യനല്ലേ, ഞങ്ങൾക്ക് അവനെ ഇഷ്ടമാ. മോളും അവനും കൂടി നല്ല ചേർച്ചയായിരിക്കും. അവൻ എന്തിന്റെ കുറവാ മോളെ ഉള്ളേ? നിന്നേക്കാൾ വിദ്യാഭ്യാസം ഇല്ലേ, സൗന്ദര്യം ഇല്ലേ, സമ്പത്തില്ലേ? ഞങ്ങളുടെ മോളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഇത്രയൊക്കെ ഗുണങ്ങൾ മതി. ഒരു കാര്യം ചെയ്യാം, കല്യാണം മോളുടെ ആഗ്രഹപ്രകാരം 4 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഇപ്പോ ഒരു വാക്കുറപ്പിക്കല് മാത്രം. സമ്മതിക്കും മോളെ. എന്റെ മാത്രമായിട്ട് ഒരു തീരുമാനവും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഡാഡിക്കും മമ്മിക്കും തീരുമാനിക്കാം. ഇതോടെ മനസ്സമ്മതാഘോഷം പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാരും വീട്ടിൽ പോണേ. എന്നും വീട്ടിൽ പോണല്ലേ? ഇന്ന് വീട്ടുകാർക്ക് ഒരു ചേഞ്ച് ആവട്ടെ. ഞാനിത് തീർത്തിട്ടേ ഉള്ളൂ. എല്ലാം അടിക്കടാ. അടിച്ച് പൂക്കുറ്റിയായിട്ട് പൂത്തിരിയും കത്തിച്ചിട്ടേ പോവാ. ഈ പൂത്തിരി ഉദ്ദേശിച്ചത് വാളാണോ? അത് ഓർമ്മിപ്പിക്കരുത്. 2 എണ്ണം കൊണ്ട് അടിച്ചോട്ടു പ്ലീസ്. പാലാരിവട്ടത്തുള്ള അക്കനാ, ഒന്ന് ഉറക്കിയിട്ട് വരാം. ഹലോ, എല്ലാരും പോടാ. 2 എണ്ണം അടിച്ചു കഴിയുമ്പോ ഏതെങ്കിലും ഒരു അക്കനെ ഉറക്കണം. എന്നാ ഉറക്കിട്ട് തിരിച്ചു വരുവോ? അതുമില്ല. അതെന്താ? വെളുപ്പിനല്ലേ ഫോൺ വെക്കത്തുള്ളൂ, പിന്നെങ്ങനെ തിരിച്ചു വരാനാ? ഞാനിപ്പോ വരാം. നീ പോടാ അക്കനെ ഉറക്കാൻ. എടാ എന്നെ ഒന്ന് ഉറക്കിട്ട് പോടാ. ആരാ? അകത്തേക്ക് വന്നോട്ടെ. ഏയ് എഴുന്നേക്കട വർഗീസേ. ക്ലാസ്സിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നതാ. 1-2 ദിവസം നീ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞു. ഞാനോ? അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. നിന്റെ ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ, അഞ്ജന ശിവരാമൻ, അവളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വാക്കു ഉറപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതെ, മുകളിലേക്ക് വന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട. എങ്കിൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അത് ഭയങ്കര ബോറായിരിക്കും, യാതൊരു സംശയമില്ല. അഞ്ജന, ദീർഘസുമംഗലീ ഭവ. താജ് മതി. താജോ? എന്താ സുധി? അത് ട്രീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ ബഹളവാ. അഞ്ജനയുടെ ഫ്രണ്ട്സിനെ കൂടി കൂട്ടിക്കോ. കല്യാണം നടക്കണമെങ്കിൽ മിനിമം 4 കൊല്ലെങ്കിലും ആവും. അതിനിപ്പോഴേ ട്രീറ്റ് നടത്തുന്നത് ഭയങ്കര ബോറാ.
അതുകൊണ്ട് സമയാവട്ടെ, എനിക്ക് ക്ലാസ് കയറണം. ഓക്കെ, അഞ്ജനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഉച്ചയ്ക്ക് ലഞ്ച് എന്റെ ഒപ്പം വേണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയ്യോ സോറി സുധി, ഉച്ചയ്ക്ക് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ ഈ വുഡ് ബി എന്നും പറഞ്ഞ് കൂടെ കറങ്ങി നടക്കാൻ എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ വരില്ല. കോളേജ് ലൈഫിൽ ഫുൾ ഫ്രീഡം വേണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാ. സുധി അത് സമ്മതിക്കുകയും ചെയ്തു. ഭാവി വരം പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞാ പിന്നെ നാണക്കേട് എനിക്കാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കും. ബൈ. The given figure represents a line AB which is parallel to both horizontal plane and vertical plane. In this case, parallel to XY line. In its top view and front view, we can get the true length of given line. In both views, there won't be horizontal plane or vertical plane. Please note that this is very important from the examination point of view. So I am repeating. The given figure represents a line AB. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. അതെ, ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ആ കൊച്ചിന്റെ നോട്ടം മുഴുവൻ എന്റെ മുഖത്ത കൊള്ളുന്നത്. ചീത്തപ്പേരുണ്ടായി തീർന്നു. അപ്പച്ചൻ പെണ്ണാലോചിച്ച് നടക്കുക. Parallel to XY line. Okay, let's continue. ഇനി അടുത്ത ക്ലാസ്സിൽ ഉറങ്ങാം. എല്ലാരും പറയുന്നു നമ്മൾ തമ്മിൽ പ്രേമാണെന്ന്. നമ്മൾ തമ്മില് കുട്ടി വെറുതെ അനാവശ്യം പറയല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ വിടത്തില്ല, എനിക്ക് ഇനിയും സംസാരിക്കണം. മീര വഴിന്ന് മാറ. എടോ കൃഷ്ണകുമാറെ, ഒന്ന് വന്നേ, അത്യാവശ്യം ഒരു സ്ഥലം വരെ പോണം. എവിടെ? എവിടെ വന്നോ? അത് നീ എന്തിനാ അറിയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെട്ടാലുണ്ടല്ലോ എന്റെ സ്വഭാവം ഭയങ്കര മോശാ. മാറേക്ക് താമന്ന്. താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? പറയാം, വാ. ഞാനില്ല. മറ്റേ ആന്റി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സുധിയേ, അങ്ങോട്ട് നോക്ക്. അവനെ അവളെയും കൊണ്ടേ പോവൂ. സുധി, ഈ പോക്ക് കുഴപ്പമാ. അനുഭവിച്ചോളിയാ. കണ്ടില്ലേ, അവൻ വിളിച്ചാലേ അവള് പോവും. വിളിച്ചു നോക്ക്. ഔട്ട് ഓഫ് റേഞ്ച്. നിന്റെ റേഞ്ചിലുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാടാ ഈ ഔട്ട് ഓഫ് റേഞ്ചിൽ കിടന്ന് കളിക്കുന്നേ? ഞങ്ങളിപ്പോ വരാം. പടവെങ്കി ബൈ ദ വേ പറയാൻ മറന്നു. കൺഗ്രാലേഷൻസ്. താങ്ക്സ്. താനിങ്ങനെ അറിഞ്ഞു? കൊള്ളാം. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടല്ലേ മൂപ്പർ എന്നോട് പറഞ്ഞ. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല കേട്ടോ. എനിക്കും സുധി വലിയ പിടിയൊന്നുമില്ല. ഡാഡിക്കും മമ്മിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പിന്നെ അവരുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അതെ. ആളെ മനസ്സിലായില്ലേ? ഗ്രേറ്റ് കൃഷ്ണകുമാർ. നമസ്കാരം. നമസ്കാരം. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. സ്റ്റുഡൻസിനെ കണ്ടോ? റിയാലിറ്റി ഷോയ്ക്കുള്ള ഡാൻസ് കൊടുത്തോ? ഭയങ്കര കോമഡിയാണെന്ന് ടീച്ചർ പറയുന്നത്. അകത്തെന്താണോ പരിപാടി? വേണ്ട, നീ ഇപ്പൊ അകത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ ഇന്ന് നിന്റെ കല്യാണം മുടങ്ങും. ഇവിടെ ഇങ്ങനെ കാവലി കിടന്നിട്ട് എന്ത് കിട്ടാനാ? വണ്ടി എടുക്കണം. രണ്ടെണ്ണം വിട്ട ആ ടെൻഷനെങ്കിലും മാറും. കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോ ഇവക്ക് 100 നാവാ. അയ്യോ, പറഞ്ഞത് മുഴുവനൊന്നും അങ്ങോട്ട് വിശ്വസിക്കണ്ട. ഞാനുള്ള കാര്യങ്ങളാ പറഞ്ഞത്. 25നുള്ള ഡാൻസ് വേഴ്സിന് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണകുമാർ മൃദംഗം വായിക്കണം. അയ്യോ, അത് ഈ ഹിന്ദി പാട്ടിനൊക്കെ മൃദംഗം വായിക്കാന്ന് വെച്ചാ
സെക്കൻഡ് ഐറ്റം ഭരതനാട്യമാ. അല്ലളിയ കെട്ടാൻ പോകുന്നത് നീ കൊണ്ട് നടക്കുന്ന ഇക്കണക്കിന് അവൻ കഴിച്ച എന്റെ ബാക്കി കഴിക്കേണ്ടി വരുമോ? നീ വയലന്റ് ആവാൻ വേണ്ടി പറഞ്ഞല്ല. അവനാണെങ്കിൽ നല്ല രക്തത്തിളപ്പുള്ള പയ്യനാ. പിന്നെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ അവളും തട്ടിയാലും മുട്ടിയാലും മതി പൊട്ടാൻ പറഞ്ഞു കൊടുക്കടാ. അവൾ എന്ത് കാണിച്ചാലും മിണ്ടാതെയും പറയാതെ ഇരുന്നോണം. അതിന് അവളിട്ട പേരാ 4 വർഷത്തെ ഫ്രീഡം. ഇന്ന് രാത്രി ഹോസ്റ്റലിൽ അവന് മാമോദീസ മുക്കിയെടുക്കണം. നാളെ മുതൽ അവൾ വിളിച്ചാൽ പോകാൻ കോളേജിൽ അവൻ ഉണ്ടാവരുത്.